ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു പേപാൽ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേപാൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ബാങ്കിങ് സംവിധാനമാണ്. പേപാൽ അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പേടി ഓൺലൈൻ സുരക്ഷയെ കുറിച്ചുള്ളതാണ്. എന്നാൽ പേപാൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചൊരു പേടിയുടെ ആവശ്യമില്ല. പേപാൽ സുരക്ഷയുടെ കാര്യത്തിൽ ഓൺലൈൻ ബാങ്കിങ്ങിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്ന ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പേപാൽ ഉപയോഗിച്ച് നമുക്ക് ആരുടെ കയ്യിൽ നിന്നെങ്കിലും പണം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപാലിലൂടെ പണം സ്വീകരിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പല ആപ്ലിക്കേഷനുകളും പല വെബ്സൈറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ഓൺലൈനിൽ പണം സമ്പാദിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാനായിട്ട് പേപാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് വെബ്സൈറ്റുകൾ ട്രസ്റ്റഡ് ആയിട്ടുണ്ട്. ആ വെബ്സൈറ്റുകളാണ് ഉപയോഗിക്കാറ്. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണം പേപാലിലെത്തി പേപാലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഒരു പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആവശ്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമുക്ക് പേപാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. പേപാലിൽ കൊടുക്കുന്ന ഒരു ഇമെയിൽ ID ഉപയോഗിച്ചായിരിക്കും നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷനുകളും നടക്കുന്നത്. നമുക്ക് ആരിൽ നിന്നെങ്കിലും പണം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഇമെയിൽ IDയിലേക്ക് പണം അയക്കും. പേപാലിന്റെ ത്രൂ പണം അയച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേപാൽ അക്കൗണ്ടിൽ പണം വരുന്നതാണ്. അതിനുശേഷം പേപാലിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. ഒരു കാര്യം പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ അല്ല കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇടയ്ക്ക് ചെന്ന് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻ അല്ല പേപാലിൽ കൊടുക്കുന്നതെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇതൊരു ഓൺലൈൻ ബാങ്ക് ആണ്. കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതേപോലെ പാൻ കാർഡ് ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി. അതിനുശേഷം ഇവിടെ www.paypal.in എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ www.paypal.in എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലാതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും www.paypal.com എന്ന് ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് പേപാലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുമാണ് നമ്മൾ പുതിയൊരു പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയും പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയും പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഫോം ഫില്ല് ചെയ്യണം. ഈ ഫോമിൽ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഇന്ത്യ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. അതിനുശേഷം പാസ്വേഡ് കൊടുക്കണം. ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നോക്കുക, ഞാനിവിടെ ഏത് സ്ഥലത്തു നിന്നാണ് ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇമെയിൽ ID കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് കൊടുത്തു. ഇനി ഈ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കുക, ടെൽ us about yourself. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഇവിടെ പേര് കൊടുക്കുക. ഞാനിവിടെ വെറുതെ ടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇവിടെ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന അതേ പേരായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് നെയിം ഉണ്ട്, മിഡിൽ നെയിം ഉണ്ട്, അതേപോലെ ലാസ്റ്റ് നെയിം ഉണ്ട്. സാധാരണ നമ്മളുടെ പേരിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം കൂടെ കാണും. ഒന്നുകിൽ നമ്മളുടെ വീട്ടുപേരിൻ്റെ ഷോർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പാൻ കാർഡിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾ ഫോം ആയിരിക്കും വരുന്നത്, മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പാൻ കാർഡിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. 11/2/1987 എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നാഷണാലിറ്റി ഓൾറെഡി ഇവിടെ സെലക്റ്റഡ് ആണ്. ഇനി നമുക്ക് അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അഡ്രസ് ലൈൻ 1 എന്നുള്ളത് നിങ്ങളുടെ അഡ്രസ് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡിൽ നിങ്ങളുടെ സ്ഥലപ്പേരോ മറ്റോ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ടൗൺ, സിറ്റി, ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. പത്തനംതിട്ട എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒന്ന് സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളത് കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം പിൻകോഡ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം. ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്യുക. അതിനുശേഷം
എഗ്രി ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി എനിക്കൊരു പേപാൽ അക്കൗണ്ട് ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേപാൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ പാൻ കാർഡിലുള്ള പേര് തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം. അതേപോലെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ കറക്റ്റ് ആയിരിക്കണം. ആദ്യം നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുക. ഇവിടെ നോക്കുക, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണുന്ന എഗ്രി ആൻഡ് ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തതായിട്ട് വരുന്ന പേജാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ പേപാലുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പേപാലിൽ നിന്നും എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേപാൽ വഴി മണി ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഐ വിൽ ലിങ്ക് മൈ കാർഡ് ലേറ്റർ എന്നുള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ഇന്റർനാഷണൽ സൈറ്റിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് മാത്രം നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് പേപാലുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. പേപാൽ അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മളുടെ ബാങ്കിലേക്ക് നമുക്ക് പേപാലിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇത് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നോക്കുക, ഞാനിവിടെ സെൻട്രൽ ബാങ്കിന്റെ ഒരു ഡെബിറ്റ് കാർഡ് വെച്ച് പേപാലുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ ട്രൈ ചെയ്തതാണ്. എന്നാൽ ഇവിടെ ഒരു വാർണിംഗ് ലെറ്റർ വന്നിരിക്കുന്നത് കാണാം. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ ആ ഡെബിറ്റ് കാർഡിൽ എനേബിൾ അല്ല എന്നാണ് അത് കാണിച്ചിരുന്നത്. ഞാൻ അതിനുശേഷം സെൻട്രൽ ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ ഒന്ന് വിളിച്ചായിരുന്നു. അവർ പറഞ്ഞത് സെൻട്രൽ ബാങ്കിന്റെ ഒരു ATM കാർഡും പേപാൽ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് പേപാൽ വഴി ഒരു ഓൺലൈൻ ട്രാൻസാക്ഷനും ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് ഏതെങ്കിലും സൈറ്റിൽ നിന്ന് പൈസ വരികയാണെങ്കിൽ അതെന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഐ വിൽ ലിങ്ക് മൈ കാർഡ് ലേറ്റർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഓക്കെ കൊടുക്കാനൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യുവർ ന്യൂ പേപാൽ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ്. ഇനി ചെയ്യാനുള്ളത് ഗോ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ നിന്നും അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഈ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കുകയാണ്. ഇവിടെ നോക്കുക, ടു റിസീവ് പേയ്മെന്റ്സ് ആസ് പെർ ഇന്ത്യൻ റെഗുലേഷൻ പ്ലീസ് കംപ്ലീറ്റ് യുവർ ടാസ്ക്. ഇവിടെ നോക്കുക, നമ്മളുടെ പേയ്മെന്റ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. ടാസ്ക് മറ്റൊന്നുമല്ല, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ഗ്രീൻ കളറിലാണ്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെരിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ടാസ്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഉള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചത്. ഇവിടെ നോക്കുക, ഇവിടെ ലിങ്ക് എ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്ത ഓപ്ഷനാണ്. ഇവിടെ ഒന്നും നമ്മളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ലിങ്ക് ചെയ്യുന്നതിലൂടെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലവും ഉണ്ടാകത്തില്ല. പേപാൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് സെക്യൂരിറ്റി കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു വെബ്സൈറ്റാണ്. കൺഫേം മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതേപോലെ കൺഫേം ഇമെയിൽ, ലിങ്ക് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന 4 ഓപ്ഷനുകൾ ഇവിടെ നിന്നും ലഭിക്കും. ലിങ്ക് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് എന്നുള്ളത് സ്കിപ്പ് ചെയ്ത കാര്യമാണ്. ഞാൻ ഇവിടെ നിന്നും കൺഫേം ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. എൻ്റെ ഇമെയിൽ ID ഒരു കൺഫർമേഷൻ മെയിൽ പോകും. ഞാൻ അവിടെ നിന്നും അത് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യണം. ഞാൻ എൻ്റെ മെയിൽ ID ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഞാൻ എൻ്റെ ഇമെയിൽ ID ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുക, ക്ലിക്ക് ടു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ പേപാൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുക്കാനാണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പാസ്വേഡ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം കൺഫേം ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാം വെരിഫൈങ് യുവർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഇമെയിൽ വെരിഫൈ ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്നും വീണ്ടും മൈ പേപാൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഇമെയിൽ വെരിഫിക്കേഷൻ ഇവിടെ കൺഫേം ആയിരിക്കുന്നത് കാണാം. ഇനി ഞാൻ മൊബൈൽ വെരിഫിക്കേഷൻ ആണ് എനിക്ക് ചെയ്യാനുള്ളത്. കൺഫേം മൊബൈൽ നമ്പർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നും കൺഫേം എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. ഞാനത് ഇവിടെ ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മൊബൈൽ നമ്പറും പേപാലിൽ വെരിഫൈ ആകുന്നതാണ്.
വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾക്ക് 15 മിനിറ്റിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, റീസെൻറ്റ് കൺഫർമേഷൻ കോഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വെരിഫിക്കേഷൻ കോഡ് കൂടി നമുക്ക് മൊബൈലിലേക്ക് വരുന്നതാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. ഞാനിവിടെ നിന്നും വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, താങ്ക് യു ഫോർ കൺഫേമിംഗ് യുവർ മൊബൈൽ നമ്പർ. ഇപ്പോൾ ഇനിയും എൻ്റെ പേപാൽ അക്കൗണ്ട് ഞാൻ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. PayPal.in എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മൈ പേപാൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ഓൾറെഡി ഞാനിതിൽ സൈൻ ഇൻ ആണ്. നോക്കുക, ഇവിടെ മൊബൈൽ കൺഫർമേഷൻ, ഇമെയിൽ കൺഫർമേഷൻ, അക്കൗണ്ട് ക്രിയേറ്റഡ്, ഈ 3 കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓപ്പൺ ആക്കുക. ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് പ്രൊവൈഡ് പാൻ കാർഡ് എന്നുള്ളതാണ്. ഞാനിവിടെ നിന്നും സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മളുടെ പാൻ കാർഡ് നമ്പർ സബ്മിറ്റ് ചെയ്യണം. പാൻ കാർഡ് നമ്പർ നിങ്ങളുടെ പാൻ കാർഡിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, യുവർ പാൻ കാർഡ് വാസ് സക്സസ്ഫുള്ളി വെരിഫൈഡ്. നമ്മളുടെ പാൻ കാർഡ് ഇപ്പോൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം നമ്മൾ വെരിഫൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി, അതേപോലെ മൊബൈൽ കൺഫേം ആയി, ഇമെയിൽ അഡ്രസ് കൺഫേം ആയി, അതേപോലെ പാൻ കാർഡും ഇപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലിങ്ക് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് പേപാലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ആദ്യം നിങ്ങളൊരു പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, പാൻ കാർഡ്, ഈ 3 കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പേപാലുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഓരോന്നായിട്ട് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിവിടെ ആക്ടിവിറ്റി ഒന്ന് ഓപ്പൺ ആക്കി, അതിനുശേഷം സെൻഡ് ആൻഡ് റിക്വസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഈ അക്കൗണ്ട് ചെയ്തിട്ടില്ല. പേയ്മെന്റ് മെത്തേഡിൽ ഇവിടെ ഇപ്പോൾ ഒന്നും തന്നെ ആക്ടിവേറ്റ് അല്ല. കാരണം നമ്മളിവിടെ ഒന്നും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പേയ്മെന്റ് മെത്തേഡ് ആക്ടിവേറ്റ് ആവുന്നതാണ്. നമ്മളുടെ ബാങ്കിലേക്ക് പേപാലിൽ വരുന്ന മണി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതേപോലെ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് എന്നുള്ളത് നമ്മൾ ആദ്യമേ സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം, അതേപോലെ മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഏതായാലും ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. പേപാലിൽ വരുന്ന പൈസ എനിക്ക് എൻ്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വിഡ്രോ മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് പേപാൽ അക്കൗണ്ടിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. കാരണം ഓൺലൈനിൽ നിന്നും പലരും ചെറിയ തോതിലെങ്കിലും മണി ഏൺ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ബാങ്കിലേക്ക് നമ്മൾ ഓൺലൈൻ ഉണ്ടാക്കുന്ന പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല. പേപാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് പേപാൽ അക്കൗണ്ട് ഒരെണ്ണം ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ഓൺലൈൻ ഉണ്ടാക്കുന്ന പൈസ നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുക്കുക. പേപാൽ അക്കൗണ്ട് ഉണ്ടാക്കിയില്ലെങ്കിലും എന്താണ് പേപാൽ അക്കൗണ്ട്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് കാര്യങ്ങൾ പേപാൽ വഴിയാണ് നടക്കുന്നത്. ഒരുപാട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് പേപാൽ വഴിയാണ്. വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് പേപാലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ മറ്റോ ഒന്നും എങ്ങനെയും ലീക്കായി പോകുന്നൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. പേപാൽ വളരെ സെക്യൂർ ആണ്. ഇതുവരെ നിങ്ങൾക്ക് പേപാലിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.